ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫിനാൻഷ്യലി ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റക്നെസ്സൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിലൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ലായിരിക്കാം. ചിലപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകാം. അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുമ്പോഴുമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് നമ്മളിലേക്ക് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ശ്രദ്ധിക്കാതിരിക്കരുത്. നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് പലതിലും നമ്മൾ സ്റ്റക്കായി പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് സാമ്പത്തികപരമായി എന്ത് സ്റ്റക്നെസ് ഉണ്ടെങ്കിൽ പോലും അതിവിടെ മാറുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഏതെങ്കിലും സൗഹൃദങ്ങളോ പ്രണയമോ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് ആ വ്യക്തിയെ വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ വിട്ട് കളഞ്ഞ് അത് റിലീസ് ചെയ്ത് കളഞ്ഞ ആ ഒരു വ്യക്തി ഈ അടുത്ത സമയത്ത് ഈ അടുത്ത ദിവസങ്ങളിലോ മറ്റോ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളിൽ വന്നിട്ടുണ്ടാവാം. അപ്പോൾ കാർമിക് റിലേഷൻഷിപ്പ് എപ്പോഴും അതിൽ നമ്മൾ ഒരുപാട് അതിൽ അഡിക്റ്റഡായി പോകുന്ന കുറേ കാര്യങ്ങൾ കാർമിക് റിലേഷൻഷിപ്പിലുണ്ടാകും. പക്ഷേ നമ്മൾ അതിലൊരുപാട് പെയിൻഫുള്ളാണ്, എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങളത് പൂർണ്ണമായും അത് റിലീസ് ചെയ്ത് കളയുമ്പോഴാണ് ആ കർമ്മ പൂർത്തിയായി കുറേ കാലം കഴിഞ്ഞ് വീണ്ടും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് റീ എൻറ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ കർമ്മത്തിൻ്റെ കണക്കൊക്കെ കഴിഞ്ഞ് ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരികെ എത്താം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇന്നത്തെ ദിവസം കുറച്ചാൾക്കാർക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കർമ്മം ചെയ്തിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വെയിറ്റിംഗ് പീരീഡ് ആണെന്ന് മനസ്സിലാക്കുക. 7 ഓഫ് പെൻഡക്കിൾസ് നിങ്ങളൊന്ന് ക്ഷമിച്ച് വെയിറ്റ് ചെയ്തിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഒന്നിനെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. വരുന്നത് നിങ്ങൾ റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ എടുത്തു ചാടി ഒരു തീരുമാനവും
ഈ ഒരു സമയം നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ചാരിയറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വിക്ടറി ആൻഡ് സക്സസ് ആണ്. നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങൾക്ക് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചില സാഹചര്യത്തിൽ നമ്മുടെ ബുദ്ധിയൊക്കെ മാറ്റി വെച്ച് ഹൃദയം കൊണ്ട് മാത്രം തീരുമാനമെടുക്കും. പക്ഷേ അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളെ പലരും മുതലെടുക്കും. എന്നാൽ നമ്മൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ പല ആൾക്കാരുടെയും ഒരു വിഷമിപ്പിക്കുന്ന മുഖം നമ്മൾ കാണേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ അവരെ മുറിപ്പെടുത്തേണ്ടി വരും, അല്ലെങ്കിൽ വിഷമിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധിയും ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അതിനുള്ള ഒരു ശ്രമം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. രണ്ടും ഈക്വൽ ആയിരിക്കണം. അല്ലാതെ ഒന്ന് കൂടുതലും ഒന്ന് കുറവും ആകുമ്പോൾ അവിടെ ബാലൻസ് ഇല്ലാതെ വരും. അപ്പോൾ നമ്മളെ മറ്റുള്ളവർ മുതലെടുക്കും. എന്നാൽ ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ വളരെ കാമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും പുറത്തറിയിക്കാതെ എന്നാൽ നല്ല തന്ത്രപരമായി ഇന്നത്തെ ദിവസം നിങ്ങൾ നിൽക്കും എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നിലധികം ജോലികൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും പൈസ നിങ്ങളിലേക്ക് വരാൻ ഒരു ബ്ലോക്ക് ഉണ്ട്, അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ഇതിലെല്ലാം പൈസയുടെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ പൈസ വരുന്ന ആ ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളതെങ്കിലും നിങ്ങളിലേക്ക് വരുന്ന പൈസയ്ക്ക് ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സമയം നല്ലതാണെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷമോ കാര്യങ്ങളോ ഒക്കെ കൊണ്ട് അതുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഭാഗ്യം ബ്ലോക്കാകും. അപ്പോൾ അത്തരത്തിൽ ചില ആളുകളുടെ ഒരു എനർജി ഇതിൽ വന്നിട്ടുണ്ട്. കുറേയധികം ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരുപാട് ജോലികൾ, ഇന്ന് നിങ്ങൾക്കൊരുപാട് ജോലികളുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പണിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളത് വളരെ ഹാപ്പി ആയിട്ട് ചെയ്യണം എന്നാണ്. ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി ആയിരിക്കും എന്നാണ്. അതായത് നിങ്ങൾക്ക് ഒരു 3 പേരുടെ ജോലി ചെയ്യാനുള്ളൊരു എനർജി നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. കാരണം ചെയ്തു തീർക്കേണ്ട കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് ചെയ്ത് തീർക്കണം എന്നാണ് നിങ്ങൾക്ക് പറ്റുന്നത്ര. അതായത് നാളെയാവട്ടെ എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കാം. അത് ഇന്നത്തെ ദിവസം നിങ്ങളത് ചെയ്ത് പൂർത്തിയാക്കണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അതിപ്പോൾ വീട്ടിലായാലും അല്ലെങ്കിൽ ഓഫീസിലായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങൾ ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു തോന്നലുണ്ടാകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രൗഢിയോടെ നിൽക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്ന്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലം നിങ്ങളിലേക്ക് തന്നെ കിട്ടുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കണം എന്നാണ് നിങ്ങൾ പാസ്റ്റിൽ ആഗ്രഹിച്ചത്, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ തന്നെ കൊടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യം തരുമെന്നോ അല്ലെങ്കിൽ അവർ ചേർത്ത് നിർത്തുമെന്നോ ഒക്കെ വിചാരിച്ച് പാസ്റ്റിൽ നിങ്ങൾ വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഫുള്ളി മാറ്റിക്കളയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്
നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് സെൽഫായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ നമ്മുടെ അപ്പിയറൻസ് മാറ്റണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ വേണമെന്ന് വിചാരിച്ച് മാറ്റം വരുത്താനുള്ള തീരുമാനം എടുക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം വളരെ കോൺഫിഡൻസ് കൂടുതലായിരിക്കും നിങ്ങൾക്കെന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പിന്നെ സൺ ഗാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങളൊരു സൂര്യനെ പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അത്രയും പോസിറ്റീവായിട്ട് നിങ്ങൾക്കിരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. അപ്പോൾ കുറേ ആൾക്കാർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് തിളങ്ങുന്ന ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഫംഗ്ഷന് പോകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് പാമ്പർ ചെയ്ത് സന്തോഷിപ്പിച്ച് നിങ്ങൾക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദിവസമാണ്. ഒന്ന് സെൽഫ് കെയർ ഒക്കെ ചെയ്ത് ഇരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളൊന്ന് സെൽഫ് ടോക്കൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ പുതിയ പ്രതീക്ഷകളാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന കുറേ ബ്ലോക്കേജസ് ഒക്കെ മാറിപ്പോയി എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഇന്നുണ്ടാകും എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു വിവാഹമോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റോ ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അതും നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു സമയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ സമയമായിരിക്കാം. അപ്പോൾ നിങ്ങളിതിൽ ഹാപ്പിയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ആളുമായി ഒരു റീകൺസിലിയേഷൻ ഈ സമയം സാധിക്കുന്നു എന്നാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം അങ്ങനെയൊരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ 6 ഓഫ് കപ്സിൻ്റെയൊക്കെ ഒരു എനർജി ഉണ്ട്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെയും നിങ്ങളിലേക്ക് എത്തിയൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്കുള്ള ഒരു സമയമാണിത് എന്നാണ്. നിങ്ങൾ എന്താണോ ചിന്തിച്ചത്, പാസ്റ്റിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത്, എന്താണോ നിങ്ങളിൽ ഇല്ലാതിരുന്നത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇത്. അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവാധീനം വളരെ കൂടി നിൽക്കുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത്. ഈ സമയം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളൊരു വിന്നറാണ് എന്നൊരു ഭാവമാണ് നിങ്ങൾക്കുള്ളത്. അല്ലെങ്കിൽ എല്ലായിടത്തും നിങ്ങളൊരു വിജയിയായി നിൽക്കുന്ന ഒരു ഭാവമാണ് നിങ്ങൾക്കുള്ളത്. അതായത് ഇവിടെ 6 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ സക്സസ് ആണ്. പിന്നെ ചില ആൾക്കാർക്ക് പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് എന്ത് തടസ്സമാണോ ഉള്ളത് അത് മാറ്റാനുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട്. ഇവിടെ ക്യൂൻ ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിൽ ഒരു വെപ്പൺ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങളത് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് അവാർഡ് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. മാത്രമല്ല സ്കോളർഷിപ്പൊക്കെ കിട്ടി പഠിക്കാൻ പോകുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വിദേശത്തേക്കൊക്കെ പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സമയം വളരെ സക്സസ് ആണെന്നാണ് കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമെന്നാണ് കാണുന്നത്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കഴിവുകളിൽ മറ്റുള്ളവർ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു എനർജിയാണ്. മറ്റുള്ളവർ നിങ്ങളുടെ വാക്കുകൾക്ക്
വളരെയധികം വില കൽപ്പിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം ഒരു വിക്ടറിയാണ്. പിന്നെ ഇവിടെ ഹയറഫൻറ്റിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഈ സമയം കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജി ഇതിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം നിങ്ങളുടെ പിതൃക്കളിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ പിതൃക്കളെ കൂടി ഇന്നത്തെ ദിവസം നിങ്ങളുടെ പിതൃക്കളെ കൂടി ഒന്ന് സ്മരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ നിങ്ങൾക്കുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഗുരുവിനെ കിട്ടിയ ഒരു എനർജി നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ കൂടി ലഭിക്കുന്ന ഒരു എനർജിയുമുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ചില അറിവുകൾ കൂടുതലായി നിങ്ങൾക്ക് ചില ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. പുതിയ ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഗുരുക്കന്മാരുടെ അടുത്ത് നിങ്ങൾ പോകുന്നതാവാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലത്തേക്കോ ഒക്കെ പോകാനും, അതുപോലെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരാളിനെ നിങ്ങൾ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യവുമൊക്കെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തെ നിങ്ങളുടെ ആ ഒരു എനർജി വളരെ പവർഫുൾ എനർജിയാണ്. അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരെല്ലാം അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ ഒരു കിങ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് വളരെ ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ്. മാത്രമല്ല ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും എന്ന് തന്നെയാണ്. അതായത് മറ്റുള്ളവരെ വേദനിപ്പിക്കും, അല്ലെങ്കിൽ അവർക്ക് വിഷമമാകും എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ മടി കൊണ്ട് തന്നെ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്കതൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറച്ച് ക്ഷമ വേണം എന്നുള്ളതാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതായത് റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ വർക്ക് പ്ലേസിലായാലും ഒക്കെ ഈ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ്. കാരണം മറ്റുള്ളവർ നിങ്ങളോട് ഈ സമയം ഒരു വാക്കുതർക്കത്തിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളോട് മത്സരിക്കാൻ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ മാക്സിമം ഒന്ന് ക്ഷമിച്ചിരിക്കാൻ ശ്രമിക്കുക. കാരണം അവർക്ക് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാനൊക്കെ തോന്നും, നിങ്ങളോട് മത്സരിക്കാൻ തോന്നും. അങ്ങനെ എല്ലാ സമയവും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നല്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളോട് ആരെങ്കിലും ഒരു യുദ്ധത്തിന് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വാക്ക് തർക്കത്തിന് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് കണ്ടില്ല എന്ന് നടിക്കുക. എന്തെന്നാൽ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കാൻ ദൈവം തന്നെ വഴിയൊരുക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലുള്ളവരുമായി എന്തെങ്കിലും വഴക്കോ മറ്റോ ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് അത് ക്ഷമിച്ചു കൊടുക്കുവാനും സ്നേഹത്തിൻ്റെ ആ ഒരു എനർജി അവരിലേക്ക് പകർന്നു നൽകുവാനും സാധിക്കണം എന്നാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നമ്മൾ തോറ്റു പോകുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് ഒരുപടി മുകളിലേക്ക് ഉയരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹവും കരുണയുമൊക്കെ തോന്നുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.
നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.